തൃക്കരിപ്പൂർ ടൗണിലെ പോഗോ റെസ്റ്റോറന്റിൽ നടന്ന അക്രമത്തിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പ്രതിഷേധിച്ചു. കുറ്റക്കാർക്കെതിരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കർശന നടപടികൾ പോലീസ് കൈക്കൊള്ളണമെന്ന് അവർ ആവശ്യപ്പെട്ടു. തൃക്കരിപ്പൂർ ടൗണിലെ പോഗോ റെസ്റ്റോറന്റിൽ നടന്ന അക്രമത്തിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പ്രതിഷേധിച്ചു. കുറ്റക്കാർക്കെതിരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കർശന നടപടികൾ പോലീസ് കൈക്കൊള്ളണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ ഹോട്ടലിൽ ഇന്നലെ രാത്രി ഒരു 11:30 ഒരു 4 ആളുകൾ വന്ന് ഭക്ഷണം ഓർഡർ ചെയ്തു. ഫ്രൈഡ് ചിക്കനും കാര്യങ്ങളാണ് ഓർഡർ ചെയ്തത്. ആ ഓർഡർ ചെയ്ത സമയത്ത് തന്നെ ഹോട്ടലിൻ്റെ സപ്ലയറും പറഞ്ഞിരുന്നു ഒരു 10-15 മിനിറ്റോളം സമയമെടുക്കും ഈ ഭക്ഷണം കിട്ടാനെന്ന്. അപ്പോൾ അവർ ഏത് മദ്യലഹരിയിലായിരുന്നോ, ഏതെങ്കിലും അല്ലെങ്കിൽ കഞ്ചാവ് പോലത്തെ എന്തെങ്കിലും സാധനം അടിച്ചിരുന്നോ എന്ന് ഞങ്ങൾക്കറിയില്ല. അങ്ങനെ ഉള്ള ആളുകളായിരിക്കണം. അല്ലെങ്കിൽ 5 മിനിറ്റ് കഴിഞ്ഞ പാടെ മുകളിൽ നിന്ന് പ്ലേറ്റുകൾ തല്ലി പൊളിക്കുകയും ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫാമിലി ആളുകൾ ഇറങ്ങി ഓടുകയും ചെയ്തൊരവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ ഇതനുസരിച്ച് ഹോട്ടലിൻ്റെ ഉടമസ്ഥൻ ചന്ദേര പോലീസ് സ്റ്റേഷനിൽ വിളിക്കുകയും SI ഉൾപ്പെടെ പോലീസ് വണ്ടിയിൽ ഇവിടെ ആളുകൾ വരികയും ഇവരെ കയറ്റിക്കൊണ്ട് പോവുകയും ചെയ്തു. ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഹോട്ടലുകാരൻ പോട്ടെ, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ നമുക്ക് പറയാനുള്ളത്, നമുക്ക് ആദ്യം നിയമപാലകരുടെ സഹായമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ആ നിയമപാലകർ ഇവിടെ വന്ന് ഇവരെ കൂട്ടിക്കൊണ്ട് പോയിട്ട് എന്ത് മറിമായമാണ് നടന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. പിന്നെ 15 അല്ലെങ്കിൽ അരമണിക്കൂറിന് ശേഷം 10-25ഓളം ആളുകൾ കുറുവടികളുമായിട്ട്, അതാ വടികളെല്ലാം അവിടെ കിടപ്പുണ്ട്, വടികളുമായിട്ട് വന്നാണ് ഹോട്ടൽ തല്ലിപ്പൊളിക്കുകയും ഇവിടെ ഒരു സ്റ്റാഫിന്, ഒരു അന്യസംസ്ഥാന തൊഴിലാളിയുടെ മൂക്കിന് മാരകമായ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാനെത്തിയ സംഘം അക്രമം അഴിച്ചുവിടുകയും ജീവനക്കാരെ മർദ്ദിക്കുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്ത സംഭവത്തിൽ പോലീസ് കർശന നടപടികൾ എടുത്തില്ലെങ്കിൽ അസോസിയേഷൻ പ്രത്യക്ഷ സമരത്തിനിറങ്ങുമെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ബിജു ചുള്ളിക്കര പറഞ്ഞു. സംഭവത്തിൽ നിയമ നടപടികൾ കൈക്കൊള്ളുന്നതിൽ പോലീസ് അമാന്തം കാണിക്കുന്നതായും ആരോപിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഗംഗാധരൻ കാഞ്ഞങ്ങാട്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി റഫീഖ് ബൈത്താൻ, യൂണിറ്റ് പ്രസിഡന്റ് മനോജ് നീരിടിൽ എന്നിവരും സംഭവസ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.